യുവർ സക്സസ് ഈസ് ഗ്യാരണ്ടീഡ് ഓൺലി ഇഫ് യു ആർ കമ്മിറ്റഡ്. കിങ്സ് ക്ലബിന് ഒരൊറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ. യുവർ സക്സസ് ഈസ് ഗ്യാരണ്ടീഡ് ഓൺലി ഇഫ് നീ കമ്മിറ്റഡ് ആണെങ്കിൽ നിന്റെ സക്സസ് ഞാൻ ഉറപ്പ് തരും. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾ ഗ്യാരണ്ടി ആഡ് ചെയ്യേണ്ടത്? പഠിക്കണോ? ഓൺലൈൻ സെയിൽ തുടങ്ങിയ സമയം, ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്യും, വരുമ്പോൾ സോപ്പ് കട്ടയായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ. അപ്പോൾ ഈ റീറ്റെയിൽ കടക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞെന്തുവാ? ഡ്യൂപ്ലിക്കേറ്റ് സാധനം വരും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പറ്റീരാണ്. കസ്റ്റമറുടെ ഏറ്റവും വലിയ പരാതി, ഈ ഒരൊറ്റ പ്രശ്നം കൂടെ പരിഹരിച്ചാൽ ഞങ്ങൾ സാറിൻ്റെ പ്രൊഡക്റ്റ് എടുത്തോളാം. ഇതാണ് പറയുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം, പക്ഷേ ഈ ഒരൊറ്റ കാര്യം പരിഹരിച്ചാൽ മതി. നിങ്ങൾക്ക് സാധനം മേടിക്കുന്നു, സാധനം വരുന്നു, നിങ്ങൾ ഉദ്ദേശിച്ച കളറല്ലയോ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ലയോ, നിങ്ങൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലെയോ, ആ നിമിഷം 14 ദിവസം സമയമുണ്ട്. എന്തിന്? റിട്ടേൺ പോളിസി, ഗ്യാരൻറ്റി. ഏറ്റവും വലിയ ഒബ്ജക്ഷനെ ഇയാൾ പോയി തോളയിലോട്ട് അങ്ങ് കയറ്റി. എന്നിട്ട് പറഞ്ഞു, കസ്റ്റമറോട് പറഞ്ഞ് നിങ്ങൾ ധൈര്യത്തെ മേടിച്ചോ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ ബിസിനസ്സിൻ്റെ അകത്ത് മോഡൽ മാറ്റിയിട്ട് കസ്റ്റമറെ ഫ്രീ ആക്കി വിട്ടു. ആ പ്രശ്നം പുള്ളിയുടെ തോളയിലേക്ക് കയറ്റി. എന്താണ് ഗ്യാരണ്ടി? നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ സെയിൽസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒബ്ജക്ഷൻ എന്താണെന്ന് നോക്കുക. അതെങ്ങനെ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളുടെ തോളയിലോട്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഗ്യാരണ്ടി. ആരൊക്കെ കമ്മിറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. ഈ ലോകത്തെ ഏറ്റവും വേസ്റ്റ്, ഏറ്റവും വൃത്തികെട്ട സ്ട്രാറ്റജി ഇസ് ടു ക്രിയേറ്റ് ഫേക്ക് അർജൻസി. കാരണം ഇത് പൊക്കിക്കഴിഞ്ഞാൽ തീർന്നടാ, നീ തീർന്നു. കസ്റ്റമറെ പറ്റിക്കുകയായിരുന്നു അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ നിന്റെ ബിസിനസ് തീർന്നു. പിന്നെ ഒരിക്കലും ആ മാർക്കറ്റിൽ ഒരാൾ നിന്നെ വിശ്വസിക്കില്ല. അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഡിമാൻഡ് കൂട്ടണം. ഡിമാൻഡ് കൂട്ടാൻ എന്ത് ചെയ്യണമെന്നറിയോ? സപ്ലൈ കുറയ്ക്കണം. അർജൻസി കൂട്ടാൻ ഡിമാൻഡ് കൂടണം. ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാ? സപ്ലൈ കുറയ്ക്കുമ്പോഴാണ്. നമ്മൾ പറയുന്നത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കണം. പറയുന്ന വാക്ക് പാലിക്കുന്നവനായിരിക്കണം ബിസിനസ്സുകാരൻ. ഇല്ലെങ്കിൽ അതിന് എന്ത് കാര്യം നിങ്ങൾ വാക്ക് മാറ്റുന്നു അതെല്ലാം ഫേക്ക് അർജൻസിയാണ് നിങ്ങളുടെ ബിസിനസ്. അത് സ്റ്റാഫിൻ്റെ അടുത്തായിക്കോട്ടെ, സപ്ലയറുടെ അടുത്തായിക്കോട്ടെ, കസ്റ്റമറുടെ അടുത്തായിക്കോട്ടെ, എന്ത് കാര്യത്തിൽ ബിസിനസ് ഓണർ വാക്ക് മാറ്റുന്നു, ആ ബിസിനസ് വാക്ക് മാറ്റുന്നു, അതെല്ലാം ഫേക്ക് അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. 2 ബിസിനസ്സുകാരുടെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 2 കൂട്ടുകാർ, ഇവർ രണ്ടുപേരും ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളാണ്. 2 പേരും ഒരേ ബിസിനസ്സിലേക്കാണ് ഇറങ്ങിയത്. ഒരേ ഇൻഡസ്ട്രിയിൽ, ഒരേ മാർക്കറ്റിൽ തന്നെയാണ് അവർ ഇറങ്ങിയത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ബിസിനസ്സുകാരൻ പൊട്ടിത്തകർന്ന് തരിപ്പണമായി. മറ്റേ സുഹൃത്ത് വെൽത്തിയായി. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ഒരാൾക്ക് സംഭവിച്ചത്? എന്താണ് മറ്റേ ആൾക്ക് സംഭവിച്ചത്? ഈ കഥയുടെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്സ്. എന്തുകൊണ്ട് 2017 മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രീമിയം. ഐ ആം ഹിയർ ഫോർ മേക്കിംഗ് വിന്നേഴ്സ് വിൻ മോർ. കാശുണ്ടാക്കാൻ അറിയുന്നവനെ കൂടുതൽ കാശുണ്ടാക്കിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഐ ആം നോട്ട് ഹിയർ ഫോർ ലൂസേഴ്സ്. കാശുണ്ടാക്കാൻ അറിയാത്തവനെ കാശുണ്ടാക്കിക്കാൻ എനിക്കറിയത്തില്ല. ലൂസേഴ്സിനെ വിജയിപ്പിക്കാൻ എനിക്കറിയില്ല. എനിക്ക് വിന്നേഴ്സിനെ കൂടുതൽ വിജയിപ്പിക്കാൻ എനിക്കറിയാം. ദാരിദ്ര്യം പിടിച്ച പ്രൈസിങ് മോഡൽ. ഒരിക്കലും ഈ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ വിലയിട്ടാൽ ഗതി പിടിക്കത്തില്ല. ഇഫ് യുവർ പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. 3 തരമാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. ഒന്ന് കോമ്പറ്റീഷൻ പ്രൈസിങ്. അപ്പുറത്തെ കടക്കാരൻ 100 രൂപ ഇട്ടു, അതുകൊണ്ട് ഞാൻ 99 രൂപ ഇട്ടു. അപ്പുറത്തെ കടക്കാരൻ 80 രൂപ ഇട്ടു, അതുകൊണ്ട് ഞാൻ 76 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് കോമ്പറ്റീഷൻ പ്രൈസിങ്. അപ്പുറത്തെ കടക്കാരൻ്റെ വില നോക്കിയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ പ്രൈസ് തീരുമാനിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേര് കോമ്പറ്റീഷൻ പ്രൈസിങ്. അതിൻ്റെ മറ്റൊരു പേര്
പോവർട്ടി പ്രൈസിങ് ജന്മത്ത് ഈ ബിസിനസ്സിൽ കൂടി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. 2, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നത് എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറയാം. നമ്മളൊരു വർക്ക് അവരെ ഏൽപ്പിക്കുന്നു, ഒരു ബിൽഡിംഗ് പണിയണം. അപ്പോൾ അവർ നോക്കുകയാണ് ഇതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ എത്ര വരും. അപ്പോൾ അവർ കമ്പി സിമെൻറ്റും അതും ഇതും എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേന് 20 ലക്ഷം രൂപ. എന്നിട്ട് അതിൻ്റെ പുറത്ത് അവർ പ്ലസ് ഒരു 2 ലക്ഷം രൂപ പ്രോഫിറ്റ്, 10%, 22 ലക്ഷം രൂപ. ഈ രീതിയിലാണ് നിങ്ങളുടെ പ്രൈസ് ഇടുന്നതെങ്കിൽ നീ മുടിയും. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ മുടിഞ്ഞതാണ്. 3ാമത്തതാണ് കമ്മോഡിറ്റി പ്രൈസിങ്. കമ്മോഡിറ്റി പ്രൈസിങ്. ഈ ഒരു കുപ്പി വെള്ളം എനിക്ക് കിട്ടുന്നത് 8 രൂപയ്ക്ക്. ഈ വെള്ളം വെള്ളമായിട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങറ്റം പോയാൽ എനിക്ക് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. കാരണം ഇറ്റ്സ് ഹാവിങ് MRP. അതേസമയം ഈ വെള്ളം പൊട്ടിച്ച് തണുപ്പിച്ച് ഇത് ജ്യൂസിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ എനിക്ക് 50 രൂപ കിട്ടും. തണ്ണിമത്തൻ, വാട്ടർമെലൺ, അത് അതുപോലെ എടുത്തിട്ട് കൊടുക്കുകയാണ് എങ്കിൽ എനിക്ക് 1 കിലോയുടെ ഒരെണ്ണത്തിൻ്റെ പുറത്ത് 5 രൂപ കിട്ടും. അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതേ വാട്ടർമെലൻ്റെ പുറത്ത് എനിക്ക് 50 രൂപ കിട്ടും. അത് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതേ സാധനം എനിക്ക് 150 രൂപ കിട്ടും. ഈ സാധനം ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കാനാണ് പ്ലാനെങ്കിൽ അതിൻ്റെ പേരാണ് കമ്മോഡിറ്റി പ്രൈസിങ്. അതിൻ്റെ മറ്റൊരു പേരാണ് പോവർട്ടി പ്രൈസിങ് മോഡൽ. അതും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാൻ മുടിയും. എടാ, വീഴാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് വീണേക്കണം. എന്തിനാ സ്ലോ മോഷനിൽ വീഴാൻ നിൽക്കുന്നത്? ഈ മുടിയും 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 എന്ന് കേൾക്കുമ്പോഴെങ്കിലും മുടിയാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോഴേ തീരുമാനം മാറ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര കട്ടയ്ക്ക് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഉള്ളിലെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം ഇല്ലായ്മ നിങ്ങളെ ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് നയിക്കുകയാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രീമിയം മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം കംസ് ത്രൂ സ്റ്റാറ്റസ്. പ്രീമിയം കംസ് വിത്ത് അതോറിറ്റി. പക്ഷേ എങ്ങനെയാണോ ബോസ് അങ്ങനെയായിരിക്കും ടീം. ഈ കോട്ടിടുന്ന എന്തിനാണ്? ഈ കോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കോട്ടിൻ്റെ സൈഡിൽ ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് കണ്ടോ? ഇത് ഈ സാധനം ഇട്ട് കഴിയുമ്പോൾ അകത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്നാലും പുറമേ കാണുന്നവർക്ക് ഇതായിരിക്കും. ഒരുപാടുണ്ട്. ഇത് തരുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെയാണ്. പ്രീമിയം മൈൻഡ് സെറ്റ്. നമ്മുടെ ടീമിന് നമ്മൾ പ്രീമിയം ആണെന്ന് തോന്നുന്ന എപ്പോഴാണ്? ബോസിനെ കാണുമ്പോഴാണ്. ലീഡറിനെ കാണുമ്പോൾ നമ്മുടെ ടീമിന് തോന്നണം എനിക്കും ഒരു നാൾ സാറിനെ പോലെ ആകാൻ പറ്റും എന്ന്. വെൻ യു ട്രൈ ടു എക്സ്പാൻഡ്, റവന്യൂ കൂടിക്കൊണ്ടേയിരിക്കും. റവന്യൂ കൂടും. ഇതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നല്ല. ഓരോ തവണ നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ അതിനെ എക്സലൻ്റ് ആക്കാൻ ശ്രമിക്കും തോറും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. വൈ? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരെ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കും? ചിലയിടത്ത് പുതിയ ആളുകളെ നമ്മൾ എടുക്കും, ഹയറിങ്. ചിലതിനെ ഫയർ ചെയ്യും. ഇവിടെ രണ്ടിടത്തും ഹയറിങ് ആയാലും ഫയറിങ് ആയാലും എന്താ അവിടെ നടക്കുന്നത്? പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടി. എപ്പോൾ നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് കൂടുന്നത് കാണാൻ പറ്റും. റവന്യൂ കൂടത്തില്ല, റവന്യൂ കൂടില്ല, പക്ഷേ ഉള്ള റവന്യൂവിൻ്റെ അകത്തുനിന്ന് മാക്സിമം പ്രോഫിറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് 100 കോടി ടേൺ ഓവറുള്ള കമ്പനി വേണോ, 10 കോടി പ്രോഫിറ്റുള്ള കമ്പനി വേണോ? 100 കോടി ടേൺ ഓവറും 20 ലക്ഷം രൂപ പ്രോഫിറ്റും അങ്ങനെ ഒരു കമ്പനി വേണോ, അതോ 15 കോടി ടേൺ ഓവറും 10 കോടി പ്രോഫിറ്റുള്ള കമ്പനി വേണോ? When you optimize your department, you can see a profit jump. പ്രോഫിറ്റിൻ്റെ ഒരു ജമ്പ് കാണാൻ പറ്റും. റവന്യൂവിൻ്റെ ജമ്പല്ല, പ്രോഫിറ്റിൻ്റെ ജമ്പ് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ. ബോണസ് സ്റ്റാക്കിംഗ്. ഈ ഓഫറിനൊപ്പം, ഈ ഇറസിസ്റ്റബിൾ ബെനിഫിറ്റിനൊപ്പം എന്ത് ബോണസും കൂടെ കൊടുക്കാം എനിക്ക്. എന്തൊക്കെ ബോണസ് കൊടുക്കാം? ബോണസ് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ബോണസ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ബോണസ് കേട്ട് കഴിയുമ്പോൾ പ്രൊഡക്റ്റിനേക്കാൾ ഉപരി കസ്റ്റമർ ഈ സാധനം ബോണസിന് വേണ്ടിയിട്ട് മേടിക്കണം. പ്രൊഡക്റ്റിൻ്റെ ട്രഷറും മാപ്പും എല്ലാം കാണിച്ചു കഴിഞ്ഞു.
എന്നിട്ട് ഇതിനോടൊപ്പം നമ്മൾ ഇതിനെ ഇറസിസ്റ്റിബിൾ ഓഫർ, എതിർക്കാൻ പറ്റാത്ത ഓഫറാക്കി മാറ്റുകയാണ്. അതിനെന്ത് ചെയ്യണം? ആ ഓഫറിൻ്റെ ഒപ്പം ബോണസ് ആഡ് ചെയ്യാൻ പോവാണ്. ഈ ബോണസിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബോണസ് കേട്ട് കഴിഞ്ഞാൽ ഈ ബോണസിന് വേണ്ടി ആളുകൾ ഈ പ്രൊഡക്റ്റ് മേടിക്കണം, ഈ ഷിപ്പ് മേടിക്കണം. ചിന്തിക്കടോ, ഇതൊന്നും ഞാൻ അങ്ങൊന്നും കുലുക്കിയിട്ട ഐഡിയ അല്ല, ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയതാണ്. എന്ത് ബോണസ് എൻ്റെ പ്രൊഡക്റ്റിനൊപ്പം സ്റ്റാക്ക് ചെയ്യാം? എൻ്റെ വീരകഥ കേട്ടോണ്ടിരിക്കാനല്ല ഞാനിതൊക്കെ പറയുന്നത്. എൻ്റെ പണി ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്.